കോതമംഗലം കുട്ടൻപുഴയിൽ യുവാവിനെ കാട്ടാന കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതിഷേധം അടങ്ങുന്നില്ല. വന്യമൃഗങ്ങളുടെ ആക്രമണം തുടർക്കഥയാകുന്ന സാഹചര്യത്തിൽ ഫെൻസിംഗ് അടക്കമുള്ള പ്രതിരോധ മാർഗങ്ങൾ ഉടൻ നടപ്പിലാക്കണം എന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. ഫെൻസിംഗും പ്രദേശത്ത് വഴിവിളക്കുകളും സ്ഥാപിക്കുന്നത് സമയബന്ധിതമായി പൂർത്തിയാക്കുമെന്ന് കളക്ടർ ഉറപ്പ് നൽകിയിരുന്നു. പക്ഷേ വാക്കുകൾ എത്രത്തോളം പ്രാവർത്തികമാകും എന്നുള്ളത് നോക്കിക്കാണേണ്ടതാണ്. എന്തായാലും ഈ വിഷയത്തിൽ കളക്ടർ തുടർന്നുള്ള സംസ്ഥാന സർക്കാരിന്റെ നീക്കങ്ങൾ, വനംവകുപ്പിന്റെ നീക്കങ്ങളൊക്കെ നോക്കിക്കാണുന്നുണ്ട്. കിരൺ കുമാർ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. കിരൺ, കോതമംഗലം കുട്ടൻപുഴയിൽ യുവാവിനെ കാട്ടാന കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതിഷേധം അടങ്ങുന്നില്ല എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വലിയ രീതിയിലുള്ള പ്രതിഷേധം നമ്മൾ കണ്ടതാണ്. 2 ജീവനുകളാണ് കാട്ടാന ആക്രമണത്തിൽ കോതമംഗലത്ത് നഷ്ടമായത്. ആ വിദ്യാർത്ഥിനിയുടെ ജീവൻ നഷ്ടപ്പെട്ടുള്ള ആ നടുക്കം മാറുന്നതിന് ശേഷമാണ് ഇത്തരത്തിലൊരു യുവാവിന് കൂടി ജീവൻ നഷ്ടമാകുന്നത്. അവിടെ നിന്നുള്ള വിവരങ്ങൾ. ആരോഗ്യ ഏതാനും ദിവസങ്ങൾക്കിടെ 2 ജീവനുകളാണ് ഈ കാട്ടാന ആക്രമണത്തിൽ കോതമംഗലം ഭാഗത്ത് മാത്രം നഷ്ടമാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിനെ തുടർന്നാണ് ഈ കഴിഞ്ഞ ദിവസം വീണ്ടും ഒരു ആക്രമണം ഉണ്ടാകുന്നതിനെ തുടർന്ന് വലിയൊരു പ്രതിഷേധം കോതമംഗലത്തും കുട്ടമ്പുഴയിലും അരങ്ങേറുന്നതായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഏതായാലും വലിയ പ്രതിഷേധങ്ങൾക്കൊടുവിൽ ജനങ്ങൾ ആവശ്യപ്പെട്ടിരുന്ന പ്രധാന ഒരു കാര്യം ഈ ആനയുടെ വരവ്, കാട്ടാനയുടെ ഇറക്കം ഇത് തടയുന്നതിന് വേണ്ടിയുള്ള പ്രതിരോധ സംവിധാനങ്ങൾ ഒരുക്കണം എന്നുള്ളൊരു കാര്യം തന്നെയായിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഫെൻസിങ്ങും ഒപ്പം തന്നെ ട്രെഞ്ചും ഇതിൻ്റെ ഒരു നിർമ്മാണം ഈ പ്രദേശങ്ങളിലേക്ക് വേണം എന്ന് ജനങ്ങൾ ആവശ്യപ്പെടുകയും ഇത് കളക്ടറെ ഉപരോധിച്ചുകൊണ്ട് ഈ പ്രതിഷേധം തുടരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നീട് കളക്ടർ തന്നെ അറിയിച്ച ഒരു കാര്യം, സമയബന്ധിതമായി തന്നെ ഈ ട്രെഞ്ചിൻ്റെ ഒപ്പം തന്നെ ഫെൻസിങ്ങിൻ്റെ നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിക്കും എന്നുള്ളൊരു കാര്യം പറയുകയും ഇന്നലെ തന്നെ ഇതിനുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന. ഈ ട്രെഞ്ച് നിർമ്മാണത്തിൻ്റെ ഭാഗമായിട്ട് ഇന്നലെ JCB ഉപയോഗിച്ച് മണ്ണ് നീക്കം ചെയ്തതിൻ്റെ ദൃശ്യങ്ങളാണ് നമുക്ക് ഇത് കാണാൻ സാധിക്കുന്നത്. ഏതായാലും ഇത് ഈ നിർമ്മാണ പ്രവൃത്തി തുടങ്ങി എന്നുള്ളത് മാത്രമേ ഇപ്പോൾ പറയാൻ കഴിയുകയുള്ളൂ. ഈ നാട്ടിലെ ജനം, നാട്ടുകാരൻ കൂടി ഒപ്പം തന്നെ പൊതുപ്രവർത്തകൻ കൂടി ഏതായാലും നമ്മോടൊപ്പം ചേരുകയാണ്. ചേട്ടാ, ഈ നിർമ്മാണ പ്രവർത്തികൾ ആരംഭിച്ചിട്ടുണ്ട്. ഇത് ഏത് ഘട്ടത്തിലേക്കാണ്, എങ്ങനെയാണ്, നിങ്ങൾ തൃപ്തിയാണോ? മിനിഞ്ഞാന്ന് കളക്ടറുമായിട്ടുള്ള ചർച്ചയിൽ തന്നൊരു വാഗ്ദാനമായിരുന്നു നാളെ തന്നെ പണി തുടങ്ങുമെന്ന്. ഇപ്പോൾ സന്തോഷം മരിച്ചപ്പോൾ തന്ന വാഗ്ദാനമാണ്. 2 വർഷം മുമ്പ് സന്തോഷം മരിച്ചപ്പോൾ ആണ് ഇവിടെ നമുക്ക് ട്രെഞ്ച് താത്തി തരാം എന്ന്, പിന്നെ ഒരു അപകടം, ഒരു മരണം ഒഴിവാക്കാം എന്നൊക്കെ പറഞ്ഞാണ് അത് തുടങ്ങിയത്. ഇന്നലെ മിനിഞ്ഞാന്ന് മരിച്ചപ്പോൾ ലാസ്റ്റ് ബോഡി വിട്ടുകൊടുക്കാൻ വേണ്ടി കളക്ടർ എടുത്തൊരു തീരുമാനം. ഇന്നലെ വന്ന് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തു പോയി. ഇതുവരെ വന്നിട്ടില്ല. ഈ വന്ന് പണി പൂർത്തീകരിച്ച് ഇനി ഒരു മരണം വന്യമൃഗത്തിൽ നിന്ന് ഒഴിവാക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഞങ്ങളുടെ ആഗ്രഹം. പക്ഷെ അത് ഇന്ന് ഞങ്ങൾ കാണുന്ന ഈ സമയമായിരുന്നു വരെ വന്നിട്ടില്ല. ഇത് ഇന്നലെ ആ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി പറഞ്ഞതാണോ എന്നൊരു സംശയമുണ്ട്. പക്ഷേ പദ്ധതിയും ഫണ്ടും ഉള്ളതാണ്. നബാർഡിൻ്റെ ഫണ്ട് വെച്ചിട്ടാണ് പദ്ധതി. പക്ഷേ ഇത് സമയബന്ധിതമായിട്ട് ഇവിടെ നടക്കണില്ല. ഇത് തന്നെയാണ്. അതായത് ഈ ട്രെഞ്ച് എത്ര ദൂരം നിർമ്മിക്കണമെന്നാണ് ആവശ്യം? എത്ര വരെ? ഇത് പെണ്ണൂർക്കുടി ഒരു ഗ്രാമമാണ്. ഇവിടെ ആദിവാസി ആളുകൾ മാത്രം താമസിക്കുന്ന ഇതാണ്. അപ്പോൾ ഇതിന് ചുറ്റുമാണ് പറഞ്ഞത്. 8 കിലോമീറ്ററാണ് പറഞ്ഞേക്കണേ. അപ്പോൾ ഇതിനകത്ത് ചുറ്റും വരുമ്പോൾ ഒരു 6 കിലോമീറ്റർ ഉള്ളൂ എന്നാണ് പറഞ്ഞത്. അങ്ങനെ 2 കിലോമീറ്റർ നമ്മുടെ ഇപ്പോൾ ഇന്നലെ ദിവസം മരിച്ച കാച്ചേരിക്ക് പോകുന്ന വഴിക്കും ട്രെഞ്ച് താത്താമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ട്രെഞ്ച് താത്തിയാലും ഫെൻസിങ് ഇട്ടാലും സംരക്ഷിക്കാൻ ആൾ വെച്ചില്ലെങ്കിൽ ആന സാധനം ഇടിച്ച് ഇറങ്ങി ആന കടന്നു പോരും. അപ്പോൾ ഇത് സംരക്ഷിക്കാൻ വാച്ചർമാരുടെ എണ്ണം കൂടി വെച്ചില്ലെങ്കിൽ ഇതൊരു പ്രഹസനം മാത്രമായി മാറും. കാരണം ഇതിനകത്ത് മണ്ണിടിച്ചിട്ട് ആന ഇറങ്ങി കയറി പോകും. അതോടൊപ്പം തന്നെ ഈ ഫെൻസിങ് വെക്കുന്ന സമയത്ത് ഹാങ്ങിങ് ഫെൻസിങ് അല്ലെങ്കിൽ ആന തകർക്കും എന്നുള്ളൊരു പ്രശ്നമുണ്ടല്ലോ. അപ്പോൾ ഈ ഹാങ്ങിങ് ഫെൻസിങ് അങ്ങനെ എന്തെങ്കിലും ആവശ്യം നിങ്ങൾ മുന്നോട്ട് വെച്ചിരുന്നു? ഇപ്പോൾ ഈ ഇട്ടേക്കണ ഹാങ്ങിങ് ഫെൻസിങ്ങാണ്. ഇത് സംരക്ഷിക്കാൻ ആളില്ലെങ്കിൽ ഹാങ്ങിങ് ഫെൻസിങ് ആണെങ്കിലും സാധാ ഫെൻസിങ് ആണെങ്കിലും അത് നിലനിൽക്കില്ല. വാച്ചർമാരുടെ എണ്ണം കൂടും. ഇവിടെ ഈ പഞ്ചായത്ത് 542 ചതുരശ്ര കിലോമീറ്ററാണ് കുട്ടമ്പുഴ പഞ്ചായത്ത്. അതിൽ 42 ചതുരശ്ര കിലോമീറ്റർ ജനവാസമുള്ളൂ. അപ്പോൾ ചുറ്റും വനമാണ്. ഈ വനം സംരക്ഷിക്കാൻ അവിടെ എന്തെങ്കിലും ജീവനക്കാർ കൂടണം. ഇപ്പോൾ നമുക്കറിയാം ആലപ്പുഴ ജില്ലയിൽ വനമില്ല. അവിടെ ഫോറസ്റ്റുകാരുടെ ആവശ്യമുണ്ടോ? അപ്പോൾ ഫോറസ്റ്റുകാരും വാച്ചർമാരും കുട്ടമ്പുഴയാണ് കൂട്ടേണ്ടത്. അങ്ങനെയുള്ള മേഖല നോക്കി അതിനെ വർദ്ധിപ്പിക്കാനുള്ള ശ്രമം ഗവൺമെൻറ് ഭാഗത്തുണ്ടാവണം. ഈ ട്രെഞ്ചിൻ്റെ നിർമ്മാണം വേറെ ഏതെങ്കിലും ഭാഗത്ത് ഇവിടെ ആരംഭിച്ചിട്ടുണ്ട്? നിലവിലെങ്ങും ആരംഭിച്ചിട്ടില്ല. ഇപ്പോൾ ഇവിടെ മാത്രമാണ് പറഞ്ഞേക്കണേ. ഇവിടെ സന്തോഷം മരിച്ചപ്പോഴാണ് ഇത് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത് തുടങ്ങിയേക്കണേ. പക്ഷേ ആയിട്ടില്ല. ഇന്നലെ എത്ര ഒരു JCB ഉണ്ടായുള്ളൂ? ഒന്നിലധികം JCB ഉണ്ടായിരുന്നു? ഒരു JCB ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് ഇന്നലെ പറഞ്ഞത്. ഇന്നലെ JCBയുടെ ഇത് ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തെളിച്ചു എന്നാണ് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇന്നും കൂടി പണി നടന്നാൽ തുടർന്ന് പണി ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഇതിനകത്ത് തൃപ്തി എന്ന് പറയാൻ പറ്റുള്ളൂ. ഇതിന് എത്ര ആഴം വേണമെന്നാണ് അങ്ങനെ എന്തെങ്കിലും കണക്ക് നിങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു, അല്ലെങ്കിൽ അവിടെ നിന്ന് തീരുമാനിച്ചതാണ്? ഇതിനകത്തൊരു 1.5 മീറ്ററെങ്കിലും ആഴം ഇല്ലെങ്കിൽ ആനയ്ക്ക് സിമ്പിളായിട്ട് ഇറങ്ങി പോരാലോ. 1.5-2 മീറ്ററെങ്കിലും വേണം.
അല്ലെങ്കിൽ ആന പിറ്റേ ദിവസം തന്നെ ഇപ്പോൾ മഴയും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ വെള്ളം മണ്ണിടിഞ്ഞ് വീണൊക്കെ പെട്ടെന്ന് നേക്കാതെ നോക്കാമെന്നോ അതിനോട് സംരക്ഷണം ഈ തുടർ പ്രക്രിയ ഇല്ലാത്തതാണ് ഇവിടെ ഈ വന്യമൃഗശല്യം കൂടാൻ മെയിൻ കാരണം. ഫെൻസിങ് ഇട്ടേച്ച് പോകും, അല്ലെങ്കിൽ ട്രെഞ്ച് താത്തിച്ച് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആ വഴിക്ക് വന്നില്ലെങ്കിൽ പിന്നെ മൃഗം മനുഷ്യനേക്കാളും ബുദ്ധിയോട് കൂടിയാണ്. കാരണം അപ്പോൾ ഇപ്പോൾ ഇത് ഫെൻസിങ് ഒക്കെ ചെയ്യാൽ ഒന്ന് അടിച്ചു കഴിഞ്ഞാൽ അടുത്ത ദിവസം വരുമ്പോൾ മരം ഇടിച്ച് അത് കളഞ്ഞേച്ചാണ് ആന കയറുന്നത്. അപ്പോൾ ഇത് വന്നാലും സംരക്ഷിക്കാൻ 1 കിലോമീറ്റർ വെച്ച് വാച്ചർമാരെ വെച്ചാൽ മാത്രമേ നിലനിൽക്കുള്ളൂ. നന്ദി. ഏതായാലും ഈ രോഹിണി ഒരു സൂചിപ്പിച്ച പോലെ തന്നെ ഈ ഇന്നലത്തെ പ്രതിഷേധം കനത്ത ഒരു സാഹചര്യത്തിൽ മാത്രമാണ് ഇതിൻ്റെ ഒരു നിർമ്മാണ പ്രവൃത്തി അതിൻ്റെ ആദ്യഘട്ടം ആരംഭിക്കുന്നത്. എന്നാൽ ഇന്ന് നോക്കുമ്പോൾ ഇന്ന് രാവിലെയായി 8 മണിക്ക് കഴിയുന്നു, എന്നിട്ട് പോലും ഇതിൻ്റെ നിർമ്മാണ പ്രവൃത്തികൾ തുടങ്ങാനായിട്ടോ ആരും തന്നെ ഇങ്ങോട്ട് എത്തിയിട്ടില്ല എന്നുള്ളൊരു കാഴ്ചയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവർ ആവശ്യപ്പെടുന്ന പോലെയുള്ളൊരു ട്രെഞ്ച് നിർമ്മാണം അതിൻ്റെ ഒരു ആദ്യഘട്ടത്തിൽ മണ്ണ് മാറ്റുന്നത് മാത്രമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. അല്ലെങ്കിൽ ഈ ട്രെഞ്ച് നിർമ്മിച്ചത് കൊണ്ട് മാത്രം കാര്യമില്ല, ഫെൻസിങ് അടക്കമുള്ള കാര്യങ്ങൾ സ്ഥാപിക്കണം. അതുകൂടാതെ തന്നെ ഇതൊക്കെ സംരക്ഷിക്കുന്നതിന് വേണ്ടി വാച്ചർമാരുടെ എണ്ണം കൂട്ടണം എന്നുള്ളൊരു ആവശ്യം തന്നെയാണ് പ്രധാനമായിട്ടും ജനങ്ങൾ മുന്നോട്ട് വെക്കുന്നത്. ഏതായാലും ഇതിന് സമീപത്ത് തന്നെ പന്തപ്ര കോളനി അടക്കമുള്ള സ്ഥലങ്ങളുണ്ട്. ഇവിടെയൊക്കെ സ്ഥിരമായി ആന വരുന്നു എന്നുള്ളൊരു കാഴ്ച തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇത് വലിയൊരു വനപ്രദേശമാണ്, സ്ഥിരമായി തന്നെ ആന ഇറങ്ങുന്ന ഒരു പ്രദേശമാണ്. ഇതിടെ വേണ്ട രീതിയിൽ ഈ കാര്യങ്ങളൊക്കെ സംരക്ഷിക്കാനായിട്ടുള്ള വാച്ചർമാർ കൂടി ഇല്ലെങ്കിൽ ഈ നിർമ്മാണ പ്രവൃത്തികൾ കൊണ്ട് അർത്ഥമുണ്ടാകില്ല എന്നുള്ളൊരു കാര്യം തന്നെയാണ് പ്രധാനമായിട്ടും നാട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്നത്. അതെ, കിരൺ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഈ ട്രഞ്ച് നിർമ്മാണം പോലും മന്ദഗതിയിൽ ഇഴഞ്ഞു നീങ്ങുന്നു എന്നുള്ള വിമർശനങ്ങൾ വരുന്നുണ്ട്. കിരൺ, അതോടൊപ്പം ഉറപ്പുകൾ പാലിക്കപ്പെടണം എന്ന് തന്നെയാണ് നാട്ടുകാരുടെ ആവശ്യം. കഴിഞ്ഞ ദിവസം എൽദോസിന്റെ മരണത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം അരങ്ങേറിയിരുന്നു. തുടർ ഉറപ്പുകൾ പാലിച്ചില്ലെങ്കിൽ ഇനിയും ഇത്തരത്തിലുള്ള പ്രതിഷേധ പ്രകടനങ്ങൾ തുടരുമെന്ന് തന്നെയാണോ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായിട്ടും രോഹിണി, അത് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. ജനങ്ങൾ വലിയൊരു രോഷം തന്നെയാണ് പ്രകടിപ്പിക്കുന്നത്. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ പല തവണ നമ്മൾ കണ്ടിട്ടുള്ള ഈ സ്ഥലത്ത് തന്നെ ഈ പന്തപ്ര ഭാഗത്ത് തന്നെ മുൻപും കാട്ടാനയുടെ ആക്രമണത്തിൽ ആളുകൾ കൊല്ലപ്പെടുന്നതായിട്ടുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. ഇങ്ങനെ വലിയൊരു പ്രതിഷേധങ്ങൾ തുടരുന്നതിനിടയിലാണ് കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് അങ്കമാലി ഗസ്റ്റ് ഹൗസിൽ വെച്ച് ഒരു യോഗം ചേരുകയുണ്ടായിരുന്നു. വനമന്ത്രിയുടെയും ഒപ്പം തന്നെ ജില്ലയിൽ നിന്നുള്ള പി രാജീവ് മന്ത്രിയും ഒപ്പം എറണാകുളത്തിൻ്റെയും തൃശ്ശൂരിൻ്റെയും ജില്ലാ കളക്ടർമാരും അടക്കം ചേർന്നുകൊണ്ട് ഈ എറണാകുളം തൃശ്ശൂർ ജില്ലകളുടെ അതിർത്തി പങ്കിടുന്ന ഈ വനമേഖലകളിൽ ഈ ഫെൻസിംഗ് അടക്കമുള്ള സംവിധാനങ്ങൾ നിർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിന് വേണ്ടി ഇത്തരത്തിൽ വലിയൊരു ഉന്നതതല യോഗം ചേരുകയും അതിനുശേഷം മന്ത്രിമാർ തന്നെ വ്യക്തമാക്കിയ ഒരു കാര്യം, ഈ നബാർഡിൻ്റെ ഫണ്ട് അടക്കം വന്നു കിടക്കുന്നുണ്ട്. ഈ ഫണ്ടുകൾ ഉപയോഗിച്ചുകൊണ്ട് ഈ എറണാകുളം ജില്ലയുടെയും കിഴക്കൻ മേഖലയിൽ ഒപ്പം തൃശ്ശൂർ ജില്ലയുടെയും കിഴക്കൻ മേഖലകളിലെല്ലാം ഈ ഫെൻസിംഗ് സംവിധാനങ്ങൾ സ്ഥാപിക്കും എന്നുള്ളൊരു കാര്യമാണ് പറഞ്ഞിരുന്നത്. ഈ യോഗം കഴിഞ്ഞു, മാസങ്ങൾ പിന്നിട്ടിരിക്കുന്നു, എന്നിട്ട് പോലും ഇതിൻ്റെ പ്രാരംഭിക നടപടികളിലേക്ക് ഇപ്പോഴും കടന്നിട്ടില്ല എന്നുള്ളൊരു കാര്യം തന്നെയാണ് ഏറ്റവും ഒടുവിലായിട്ട് ഈ കുട്ടമ്പുഴയിലെ സംഭവം കൂടി വ്യക്തമാക്കുന്നത്. ഏതായാലും ഇങ്ങനെ വാഗ്ദാനങ്ങൾ നൽകി പോകുന്നു എന്നതിൽ കവിഞ്ഞ് മറ്റൊരു കാര്യങ്ങളിലേക്കും ഇതിൻ്റെ പ്രവൃത്തികൾ കടക്കുന്നില്ല എന്നുള്ളൊരു സാഹചര്യത്തിലാണ് ഇന്നലെ ജനങ്ങൾ കളക്ടറെ തടഞ്ഞുകൊണ്ട് പ്രതിഷേധിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയത്. ഏതായാലും പ്രതിഷേധം ഉണ്ടായിരുന്നു. കളക്ടർക്ക് അടക്കമുള്ള ആളുകൾക്ക് ഈ സ്ഥലത്ത് നിന്ന് തിരിച്ചു പോകേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യത്തിൽ മാത്രമാണ് ഈ നിർമ്മാണ പ്രവൃത്തി ഇവിടെ തുടങ്ങിയത് എന്ന് മാത്രമാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിൻ്റെ ആദ്യ ഘട്ടം ചെയ്തിരിക്കുന്നു. ഇന്ന് അടുത്ത രണ്ടാമത്തെ ദിവസത്തിലേക്ക് എത്തുമ്പോൾ നിർമ്മാണ പ്രവൃത്തികൾ മുടങ്ങിക്കിടക്കുകയാണ് കാണുന്നത്. ഏതായാലും ഈ നിർമ്മാണ പ്രവൃത്തി മുടങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ ജനങ്ങൾ ഏതായാലും വീണ്ടും തെരുവിലേക്ക് ഇറങ്ങും എന്നുള്ളൊരു കാര്യം തന്നെയാണ് അവർ വ്യക്തമാക്കുന്നത്. ഇനിയൊരു ജീവൻ കൂടി കുട്ടമ്പുഴയിൽ നഷ്ടപ്പെടുന്നതിനായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കരുത് എന്നുള്ളൊരു ആവശ്യം തന്നെയാണ് ജനങ്ങൾ പ്രധാനമായിട്ടും കാട്ടാന വന്യജീവി ആക്രമണത്തിലും നാട്ടുകാർ ഇത്തരം ആവശ്യങ്ങൾ തന്നെയാണ് ഉന്നയിക്കുന്നത്. പക്ഷേ നിർഭാഗ്യവശാൽ പല പ്രവൃത്തികളും അതിന്റെ പൂർണ്ണതയിലേക്ക് എത്തുന്നില്ല എന്നുള്ളത് തന്നെയാണ്. വകുപ്പ് മന്ത്രി ചോദിച്ചൊരു കാര്യമുണ്ട്, താൻ മന്ത്രിയായതുകൊണ്ടാണോ ഇങ്ങനെ ആനകൾ നാട്ടിലിറങ്ങുന്നതും ആക്രമണങ്ങളും നടത്തുന്നതെന്ന്. ഇന്നലെ ദൗർഭാഗ്യകരമാണെന്ന് പറഞ്ഞ മന്ത്രി ഈ മന്ത്രിസ്ഥാനം ഏറ്റെടുത്തതിന് ശേഷം തന്നെ എത്ര ജീവനുകൾ ഇങ്ങനെ പൊലിഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടെ നോക്കണം. എല്ലാ മനുഷ്യരും ചോദിക്കുന്ന പോലെ തങ്ങളുടെ ജീവനും വിലയില്ലേ എന്ന്. ഇനിയെങ്കിലും ഇതിനൊരു അവസാനം കണ്ടേ മതിയുള്ളൂ. സർക്കാർ ഇടപെടലുകൾ വ്യക്തമായിട്ട് അവിടെ ഉണ്ടാകണം. ഇന്നലെ ഇതൊരു പ്രഹസനമായിട്ട് നടത്തി. ഇന്ന് കിരൺകുമാർ പറഞ്ഞതുപോലെ അവിടെ ആരും എത്തിയിട്ടില്ല.